ഉചിതമായ സമയത്താണ് ഷിജേഷിന്റെ വിരമിക്കൽ തീരുമാനമെന്ന് കരുതുന്നതായി ഷിജേഷിന്റെ കുടുംബം പ്രതികരിച്ചു. വിരമിക്കാനുള്ള തീരുമാനത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നില്ല, എന്നാൽ ചില സൂചനകൾ നൽകിയിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. രാജ്യത്തിന്റെ അഭിമാനമായ PR ശ്രീജേഷ് വിരമിക്കുമ്പോൾ മലയാളികളുടെ മാത്രമല്ല രാജ്യത്തിന് തന്നെ കളികളത്തിലെ ഒരു ശൂന്യതയാണത്. ഇത്തരത്തിൽ വിരമിക്കുന്ന ഒരു കാര്യം ശ്രീജേഷ് പുറപ്പെടുമ്പോൾ പറഞ്ഞിരുന്നു? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. വിളിച്ച് പറഞ്ഞു വിരമിക്കൽ പ്രഖ്യാപിക്കണം. ഏറ്റവും പാരീസ് ഒളിമ്പിക്സേ ഉള്ളൂ, ഞാൻ അടുത്ത ഒളിമ്പിക്സിലെ നേരത്തെ പോകുന്നുണ്ടായിരുന്നു. നല്ല ടൈമായിട്ട് എനിക്ക് തോന്നുന്നത്, നല്ല സമയത്താണ്. വളരെ ഒരു വികാരനിർഭരമായ കുറിപ്പോടെയാണ് ശ്രീജേഷ് വിരമിക്കൽ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സൂചന ഉണ്ടായിരുന്നോ വിരമിക്കുന്നതായി? ചെറുതായിട്ടൊരു സൂചന ഉണ്ടായിരുന്നു. എന്താണ് കാരണം പറഞ്ഞിരുന്നത്? അല്ല, ഇപ്പൊ ഒരു 4 ഒളിമ്പിക്സ് കളിച്ചു, ഒരു ലോങ് ഒരു കരിയർ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്കലിയും ഫാമിലി ടൈം ഒക്കെ കുറച്ച് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം റൈറ്റ് ടൈം, ഏതൊരു കായിക താരത്തിന് ഒരു റിട്ടയർമെന്റ് പീരീഡ് ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും നല്ല ടൈം റിട്ടയർ ചെയ്യാൻ ഇതാണെന്ന് വളരെയധികം ആലോചിച്ച് തീരുമാനിച്ച ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഗോൾ കീപ്പിംഗിൽ ഒരു പരിശീലകനായി വന്നേക്കും എന്നൊക്കെയാണ് ചില റൂമറുകൾ പ്രചരിക്കുന്നത്. സാധ്യതയുണ്ട്. അതേക്കുറിച്ചിട്ടൊന്നും തീരുമാനമായിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സ് തന്നെയാണ്. അപ്പം ആ ഒരു ഒളിമ്പിക്സ് പീരീഡിന്റെ ഉള്ളിൽ വേറെ ചിന്തകളും കാര്യങ്ങളും ഒന്നും അലട്ടാതിരിക്കാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം എന്ത് എന്നുള്ളത് ഉറപ്പായിട്ടും ഒളിമ്പിക്സിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ശ്രീജേഷിന്റെ മോളാണ് വിരമിക്കൽക്കാർ. അച്ഛൻ വല്ലതും പറഞ്ഞിരുന്നോ? പറയാറില്ലായിരുന്നു അല്ലേ? എങ്കിലും അച്ഛൻ വിരമിക്കുന്നത് കേട്ടപ്പോൾ എന്ത് തോന്നി? സങ്കടമുണ്ട്. അങ്ങനെ വരുമ്പോൾ സന്തോഷമുണ്ടല്ലേ? ഓക്കെ. എന്തായിരുന്നു ശ്രീജേഷിന്റെ ഒരു തീരുമാനത്തെ കുറിച്ച്? ഞങ്ങൾ പെട്ടെന്നാണ് അറിഞ്ഞത്. ഇങ്ങനെ ഇപ്രാവശ്യം വിരമിക്കൂന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഇത്ര പെട്ടെന്നായല്ലോ എന്നൊരു സങ്കടമുണ്ട്. എന്നാലും അവൻ്റെ ഒരു ഇത്രയും പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ താഴെ ഉള്ളവരും കയറി വരണ്ടേ. അപ്പൊ അത് കൊണ്ടായിരിക്കണം അവൻ വിരമിക്കാന്ന് വിചാരിച്ചത്. അതുപോലെ കളിച്ചപ്പോൾ നല്ല നേട്ടങ്ങൾ നാടിന് സമ്മാനിക്കാനും കഴിഞ്ഞു അല്ലേ? അതെ, നല്ല കഴിഞ്ഞ പ്രാവശ്യം ഒളിമ്പിക്സിനായാലും മെഡല് വെങ്കലം കിട്ടി. ഈ പ്രാവശ്യം ഒരു സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ അതെ അതെ. ഹോക്കിയിൽ 4 ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണം കിട്ടിയിട്ടുള്ള, പക്ഷേ 2 സ്വർണ്ണം ഞങ്ങളുടെ ബാഗിലുണ്ട്. അതെ, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ 2 കോൺവെറ്റ് സിൽവർ ഇട്ടിട്ടുണ്ട്. നല്ല എല്ലാ മെഡലും അത് നേടാവുന്ന മാക്സിമം നേടിയിട്ടുണ്ട്. ഒരു ഒളിമ്പിക്സ് മെഡൽ വരെ അത് മതിയല്ലോ. തീർച്ചയായിട്ടും.